السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. لله ما في السماوات وما في الأرض فإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. صدق الله العظيم. സൂറത്തുൽ ബഖറ ദീർഘകാലത്തെ നമ്മുടെ പഠനത്തിന് ശേഷം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൂടിയ ആളുകളെല്ലാവരും അൽ ബഖറ പഠിച്ച ആൾക്കാരാണ് എന്ന ഒരു പദവിയിലെത്തിയിരിക്കുകയാണ്. അത് ചെറിയ ഒരു കാര്യമല്ല, വലിയ കാര്യമാണ്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും അൽഹംദുലില്ലാഹ്. ഇനി ബാക്കിയും പരിശുദ്ധ ഖുർആനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് ഒരു ഒറ്റനോട്ടം എന്നതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഓർമ്മകൾ കഴിഞ്ഞ 3 വർഷത്തെ ഓർമ്മകൾ ഒന്നിച്ച് 3/4 മണിക്കൂർ കൊണ്ട് എങ്ങനെ സാധ്യമാക്കാം എന്നതാണ് ഇന്നത്തെ ഒരു പരീക്ഷ. അൽ ബഖറ എന്ന് പറയുന്നത് മുസ്ഹഫിലെ 2ാമത്തെ സൂറത്താണ്. സൂറത്തിന്റെ ഇറങ്ങിയ ക്രമം അനുസരിച്ചല്ല മുസ്ഹഫിൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഖുർആൻ ആദ്യത്തെ സൂറത്ത് അൽ ഫാത്തിഹയാണ്, പിന്നെ അൽ ബഖറയാണ്, പിന്നെ ആൽ ഇംറാനാണ് എന്നതൊക്കെ നമ്മളാരും തീരുമാനിച്ചതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചതുമല്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഖുർആൻ ക്രോഡീകരിച്ചത് ആര് എന്ന ചോദ്യത്തിന് പലരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാറുണ്ട്. അല്ല, ഖുർആൻ ക്രോഡീകരിച്ചത് അള്ളാഹുവാണ്. ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഏത്, പിന്നെ ഏത്, അതിന് ശേഷം ഏത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ബാക്കി വിശദാംശങ്ങൾ, കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ആണ് ക്രോഡീകരണം. അത് അള്ളാഹു തആല തന്നെ ചെയ്തതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിച്ചതാണ്. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട
ഖുർആൻ പലയിടങ്ങളിലായി എഴുതി വെച്ചതിനെ ഒറ്റ പുസ്തകമാക്കുക എന്ന ഒരു പണിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അത് ധാരാളം കോപ്പികൾ എടുത്ത് വിതരണം ചെയ്തതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. അപ്പോൾ അള്ളാഹു തന്നെയാണ് ഖുർആനിന്റെ ക്രോഡീകരണം നിർവഹിച്ചത്. സൂറത്തുൽ ബഖറ എന്ന് പറയുമ്പോൾ അത് ഖുർആനിലെ അല്ലെങ്കിൽ മുസഫിലെ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമാണ്. ഒന്നാമത്തെ അധ്യായം അൽ ഫാത്തിഹയാണ്, രണ്ടാമത്തെ അധ്യായമാണ് അൽ ബഖറ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മിക്കവാറും ഒക്കെ പറയാം. കാരണം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. അൽ ബഖറ പഠിക്കാൻ പോകുന്നു എന്ന സമയത്ത് അൽ ബഖറയെ കുറിച്ച് പറയല്ല, അൽ ബഖറ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അൽ ബഖറയെ കുറിച്ച് പറയാണ്. അതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പറയുന്നതൊക്കെ. ഏറ്റവും ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ആയത്ത് ഉള്ളത് ഈ അധ്യായത്തിലാണ്, ആയത്തുദ്ദൈൻ. ഏറ്റവും വിശിഷ്ടമായ ആയത്ത് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ആയത്തുൽ കുർസി അൽ ബഖറയിലെ 255 ആയത്ത്, 255 ആയത്തുള്ളത് സൂറത്തുൽ ബഖറയിലാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആയത്ത്, ഒരായത്തല്ല രണ്ടായത്തുകളാണ്. അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതുന്നവർക്ക് അതുതന്നെ മതി എന്നാണ്. ഇഹവര വിജയത്തിന് മതിയായ 2 ആയത്തുകൾ. അതുള്ളതും എവിടെയാണ്? അൽ ബഖറയിൽ തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ അൽ ബഖറ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ്. ഖുർആനിന്റെ ഒരു ശൈലി ഒരു തലക്കെട്ട് എഴുതിയിട്ട് പിന്നെ അത് വിശദീകരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ താഴെ എഴുതുക എന്നതല്ല. ഇത് ഖുർആൻ അല്ലാത്ത മറ്റൊരു പുസ്തകമായിരുന്നെങ്കിൽ പശു എന്ന ഒരു തലക്കെട്ട് കണ്ടാൽ അതിന് താഴെ സ്വാഭാവികമായിട്ടുണ്ടാവുക പശു എന്നാൽ എന്താണ്, അല്ലെ, എത്ര തനമാണ്, എത്ര ഇനമാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ്, അത്യുൽപാദന ശേഷിയുള്ള പശു ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ ഖുർആനിനെ അറിയുന്നവർക്കറിയാം അങ്ങനെയൊന്നുമല്ല ഖുർആനിന്റെ പേര് വരിക. അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ അങ്ങനെയൊന്നുമല്ല വരിക. അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്തിൽ പരാമർശിച്ച ഏതെങ്കിലും പദമായിരിക്കാം. സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, അങ്ങനെ അന്നാസ് എന്ന് പറയുന്ന പേര്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ്, അതില് ഇഖ്ലാസ് എന്ന ഒരു പദം ഇല്ല. അതിൽ എന്താണ് ഉള്ളത്? ആ അധ്യായം തന്നെ ഇഖ്ലാസ് ആണ് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒന്നുകിൽ അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ഒരു വാക്ക്, അങ്ങനെയൊക്കെ ആണ് ഇതിന്റെ പേര് വരാറുള്ളത് എന്നർത്ഥം. ഏതായാലും ഇവിടെ ഇസ്രായേല്യരോട് ഒരു പശുവിനെ അറക്കാൻ പറയുന്ന കാര്യം ഇതിലുണ്ട്. അതാണ് ഇതിന്റെ നാമകരണത്തിന്റെ ഔചിത്യം എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ അൽ ബഖറ ഇറങ്ങിയിട്ടുള്ളത്?
സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടം പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഖുർആൻ വെറും ഓതി തീർക്കാനുള്ള ഒരു കിതാബല്ല എന്നതുകൊണ്ട് അത് എപ്പോൾ ഇറങ്ങിയതാണ് എന്നത് പ്രസക്തിയുള്ള കാര്യമാണ്. ഏത് സന്ദർഭത്തിൽ, അതിനാണ് സബബൻ നുസൂൽ എന്ന് പറയുക. ഇറങ്ങാനുണ്ടായ കാരണം, അതിന്റെ കാലം, അതിന്റെ പശ്ചാത്തലം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ സൂറത്തുൽ ബഖറ ഇറങ്ങിയത് ഹിജറക്ക് ശേഷം, ഹിജറയുടെ തൊട്ടുടനെയാണ്. ഹിജറക്ക് ശേഷം, ഹിജറയുടെ തൊട്ടുടനെയാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് നബുവത്തിന് ശേഷം 13 വർഷമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് 13 വർഷം. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് ഇറങ്ങിയതിന് ശേഷം 13 വർഷം മക്കയിലായിരുന്നു. പിന്നെ 10 വർഷമാണ് മദീനയിൽ. അങ്ങനെ 23 വർഷമാണ് പ്രബോധന കാലയളവ് എന്ന് പറയുന്നത്. 23 വർഷം. നമ്മൾ അതിൽ നിന്നൊരു കണക്ക് പഠിച്ചിട്ടുണ്ട്. എത്ര ആയത്തുകളാണ് ഖുർആനിൽ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ എങ്ങനെയാണ്? 2 ആറുകൾക്കിടയിൽ ഈ പറഞ്ഞ നുബുവത്തിന്റെ കാലയളവ്, ഖുർആൻ ഇറങ്ങിയ കാലയളവ് ഇട്ടാൽ കിട്ടുന്ന സംഖ്യ 6236. ഇതാണ് ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം. 6236 ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ഇനി അപ്പോൾ പക്ഷെ ചില ആയത്തുകൾ നബുവത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പലിശയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആയത്തുകൾ പിന്നെ ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. അത് നബുവത്തിന്റെ അവസാന കാലത്ത് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണെങ്കിലും ആ വിഷയത്തിന്റെ ഒരു ഇതുമായിട്ടുള്ള ഒരു കോർവ, അതുമായിട്ട് ഉള്ള ഒരു ബന്ധം വെച്ചുകൊണ്ട് എന്താണ് ഈ അധ്യായത്തിൽ തന്നെയാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ അധ്യായത്തിൽ ഏതൊക്കെ പെടുത്തണം, ഏതൊക്കെ പെടുത്തണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു താല തന്നെയാണ് തീരുമാനിക്കുക എന്നർത്ഥം. അള്ളാഹു തന്നെയാണ് ഇതൊക്കെ തീരുമാനിച്ചു പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചാണ് ചേർത്തത്. ഇനി എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ശരി, അത് ഓഫാക്കി. ഇനി അതിനെ കുറിച്ച് പറയരുത്, കാരണം നമ്മളെ ക്ലാസ്സിന് മുടക്കുണ്ടാവും. അപ്പോ ഹിജറയുടെ തൊട്ടുടനെ മദീന ജീവിതത്തിന്റെ തുടക്കത്തിലാണ് ഇതിറങ്ങിയത് എന്നാണ് നമ്മൾ പറഞ്ഞത്. മക്ക ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിന്റെ മൊത്തം വിഷയങ്ങളെ നമുക്ക് 3ആയി തിരിക്കാം. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. പറയൂ. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവത്വം, റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം. ഖുർആനിലെ ഈ 3 കാര്യങ്ങളാണ് ഖുർആനിൽ മൊത്തം ഉള്ളത്. അപ്പോൾ ഈ തൗഹീദ് എന്ന് പറയുന്നതിനെ സമഗ്രമായി പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് സുലുസുൽ ഖുർആൻ എന്ന് പേര് പറയുന്നു. ഖുർആനിന്റെ 1/3 എന്ന് പേര് വരാനുള്ള കാരണം അതാണ്. പക്ഷെ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യവും അവർക്ക് അറിഞ്ഞുകൂടാ. തൗഹീദ് എന്താന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവര് വിശ്വസിക്കുന്ന ഒരു അള്ളാഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ധാരാളം പങ്കാളികളുള്ള മലക്കുകളാണ് അള്ളാഹിന്റെ പെൺമക്കൾ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തരം വിശ്വാസമാണ് അവർക്കുള്ളത്. പിന്നെ റിസാലത്തിനെ കുറിച്ചൊന്നും അവർക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ നബിമാര് വരുന്നത് ഇത്തരം അതിലൊന്നും വിശ്വാസമല്ല. അതേപോലെ തന്നെ ആഖിറത്തിൽ അവർക്ക് തീരെ വിശ്വാസമല്ല. അതുകൊണ്ടാണ് എല്ലും പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ വീണ്ടും ഉണ്ടാവുന്നതാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ മക്കയിൽ ഇറങ്ങിയിട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതൊക്കെ ഈ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന, അതിന്റെ തറയിടുന്ന, അതിന്റെ ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യുന്ന ആയത്തുകളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഏറ്റവും ഒടുവിലുള്ള ചെറിയ ചെറിയ ആയത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ അത്തരത്തിലുള്ളതാണ്.
ഒരുപാട് സൂറത്ത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു വരാറുണ്ട് ചിലപ്പോഴൊക്കെ ഖുർആൻ സ്റ്റഡി സെന്ററുകളിൽ. പക്ഷെ യഥാർത്ഥത്തിൽ അത് വളരെ കനപ്പെട്ടതും സമഗ്രമായതും സംക്ഷിപ്തമായതുമായ അധ്യായങ്ങൾ. അതേ സമയത്ത് ഈ അൽബഖറയിൽ ഇപ്പൊ നമ്മൾ പഠിച്ചപ്പോ ആയത്തുദ്ദൈനൊക്കെ പ്രത്യേകിച്ചും അത്ര വിശദമായാണ് കാര്യങ്ങൾ പറയുന്നത്, അല്ലെ? വളരെ വിശദമായ കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കയിൽ ഇങ്ങനെ തൗഹീദും റിസാലത്തും ആഖിറത്തും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടര്, മാത്രവുമല്ല അവിടുത്തെ പ്രത്യേകമായ ഒരു അവസ്ഥ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാര്, അവിടുത്തെ ഗോത്ര വ്യവസ്ഥ, അങ്ങനെ ഒരുപാട് സങ്കീർണമായ, പരിശുദ്ധ കഅബ അവിടെ ഉണ്ട്, പക്ഷെ ആ കഅബയുടെ നടത്തിപ്പുകാര് ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മാമൂലുകളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേക തരം ആൾക്കാരാണ്. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ അവസാനിച്ചു പോകേണ്ടതല്ല പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും ഒന്നും. അപ്പൊ എന്ത് വേണം ചോദിച്ചാൽ ഇതിനേക്കാൾ നല്ല ഒരു ഭൂമിക വേറെ ഉണ്ടാവണം. മക്ക എന്ന് പറയുന്ന ഈ തരം ഒരു സ്ഥലത്തേക്കാൾ കുറച്ചുകൂടി വിശാലതയുള്ള, ഇതൊക്കെ മനസ്സിലാവുന്ന, ഉൾക്കൊള്ളുന്ന ഭൂമിക വേണം. അതിന്റെ അന്വേഷണമായിരുന്നു അബിസീനിയയിലേക്കുള്ള പലായനം. നമ്മളൊരിക്കലും ആ പലായനത്തെ ഒന്നും അവിടെ ജീവിക്കാൻ കഴിയാത്തവർ അങ്ങോട്ടോ പോയി എന്ന നിലക്ക് മനസ്സിലാക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മക്കയിൽ താരതമ്യേന ആക്രമിക്കപ്പെടാൻ സാധ്യത കുറവുള്ള ആൾക്കാരാണ് അബിസീനിയയിലേക്ക് പോയ ആൾക്കാർ. അബിസീനിയയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച ആൾക്കാരെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ മനസ്സിലാവും, മക്കയിലെ അങ്ങനെ ഏറ്റവും അർദലുകളായ, എപ്പോഴും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരല്ല പറഞ്ഞയച്ചത്, പ്രഗത്ഭമതികളായ ആളുകളെയാണ് പറഞ്ഞയച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ പേടിച്ചു പെടുന്ന അങ്ങോട്ട് പോയതല്ല, അവിടെ പോയി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും തായിഫിലേക്ക് പോയി, അത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ ഈ മക്കയിലെ ഈ ഒരു ഠാവട്ടത്ത് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും പറഞ്ഞ് തന്നെ അങ്ങനെ പോകുന്നതിന് പകരം കുറച്ചുകൂടി ഇതിനൊക്കെ ഒന്ന് പ്രയോഗവൽക്കരിക്കുക എന്ന ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ താല്പര്യപ്രകാരം, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം മദീന എന്ന ഒരു സങ്കല്പം ഉണ്ടായി വരുന്നു. മദീന എന്നുള്ള പേരൊന്നുമില്ല, യസ്രിബ് എന്നാണ് പേര് പറയാ. അപ്പൊ അത് ഉണ്ടായി വരുന്നു. അതൊക്കെ ഈ ഒരു പ്രയോഗവൽക്കരണത്തിന്റെ വഴിയിലുള്ള പ്രധാനപ്പെട്ട ഏടായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ മദീനയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഈ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്നത് അവർക്ക് പരിചയമുള്ള കാര്യമായിരുന്നു. അതെങ്ങനെയാണ് അവർക്ക് പരിചയമായത്? ദീർഘകാലമായിട്ട് അവിടെ ജൂതന്മാർ താമസിക്കുന്നുണ്ടായി. ജൂതന്മാരായ ഒരുപാട് ഗോത്രങ്ങൾ മദീനയിലും പരിസരത്തുമായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പൊ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തൗഹീദ് അവർക്കറിയാം, റിസാലത്ത് അറിയാം, ആഖിറത്ത് അറിയാം. ആ പദം അറിയോ, അതിന്റെ വ്യാകരണം അറിയോ എന്നുള്ളതല്ല, ആ സംഭവം അവർക്കറിയാം. അവർക്ക് അറിയാം എന്നതുകൊണ്ട് അവർക്ക് മാത്രമല്ല അറിയാം, അവരിലൂടെ വേറെ അവിടെ താമസിക്കുന്ന ആളുകൾക്കും അതറിയാം. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നമ്പൂരിമാര് ചെയ്യുന്ന പല കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല പലതും അതാണ് മുന്തിയ കാര്യം എന്ന് വിചാരിക്കുന്നതുമാണ്. ഇവിടെയുള്ള ജാതിയിൽ താഴ്ത്തപ്പെട്ട ആളുകൾ, ദലിതുകൾ പോലെയുള്ള ആളുകൾ പോലും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ അതിന് വിവരമുള്ള ആൾക്കാർ ഇവരാണ് എന്ന ഒരു ധാരണ വെച്ചു പുലർത്തുന്നവരും ആണ്. യഥാർത്ഥത്തിൽ ഈ അവർണരായ ആളുകള് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതല്ല, അവർണർ ഹിന്ദുക്കളല്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ളത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സവർണരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞാൽ, നായന്മാര് കഴിഞ്ഞാൽ പിന്നെ താഴേക്കുള്ള ആളുകൾ ആ ചാതുർവർണ്ണയത്തിൽപ്പെട്ടതല്ല. പക്ഷെ അതൊന്നും അല്ലാന്ന് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് അറിഞ്ഞൂടാ, അവര് വിചാരിക്കുന്നത് മൊത്തം ഹൈന്ദവതയാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതിയിൽ താഴ്ത്തപ്പെട്ട ആളുകളൊക്കെ വിചാരിക്കുക മതത്തിന്റെ, ദൈവത്തിന്റെ, ഗ്രന്ഥത്തിന്റെ കാര്യങ്ങളൊക്കെ, വേദത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്കാണ് അറിയാ എന്ന ഒരു സങ്കല്പമാണ്. ഇതുപോലെ മുശ്രിക്കുകൾ ജൂതന്മാരുടെ ഭാഗം അല്ലെങ്കിൽ പോലും ജൂതന്മാരെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങളും വേദത്തിന്റെ കാര്യങ്ങളൊക്കെ വിവരമുള്ള ആൾക്കാരാണ് ഈ ജൂതന്മാർ എന്നുള്ളൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഇത്തരത്തിലുള്ള അറിവുകൾ ഒക്കെ പൊതുസമൂഹത്തിന്റെ തന്നെ ഒരു ധാരണയായിട്ട്, ഒരു പൊതുബോധമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മദീനയുടെ പരിസരത്തുള്ള ജൂതന്മാരാൽ കിട്ടിയിട്ടുള്ള
തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് പോലെയുള്ള സംഗതികളുടെ അവരിലെ പരിചയത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ആർക്ക് കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും. ഇനി അന്നത്തെ ജൂതന്മാര് ഏകദൈവ വിശ്വാസികളായിരുന്നു എങ്കിലും അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എങ്കിലും പ്രവാചകന്മാരുടെ ചരിത്രം അറിയുന്നവരായിരുന്നുവെങ്കിലും ഞങ്ങൾ വേദത്തിന്റെ ആളുകളാണ്, അഹ്ലുൽ കിതാബ് അല്ലെ, വേദത്തിന്റെ ആളുകളാണ് എന്ന് അവര് പറഞ്ഞിരുന്നെങ്കിലും ഒക്കെ ഈ വേദത്തെയും പ്രവാചകന്മാരെയും തൗഹീദിനെയും ഒക്കെ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവര് ബഹുദൂരം അകന്നു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം അപ്പോഴേക്ക് ഏകദൈവ വിശ്വാസികളൊക്കെ ആയിരുന്നെങ്കിലും പുണ്യാത്മാക്കളെ പൂജിക്കുന്ന, അല്ലെ, സിദ്ധന്മാരുടെ പിറകെ പോകുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്തു തരാൻ അവർക്ക് കഴിയും എന്ന് വിചാരിക്കുന്ന ഒക്കെ തലത്തിൽ അധപ്പതിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അല്ലാത്ത ഒരു ജീവിത ശൈലിയെ യഥാർത്ഥത്തിൽ അവര് സ്വീകരിക്കാൻ മടിച്ചു, അവരകന്നു നിന്നു എന്നതാണ്. എന്ന് മാത്രമല്ല അവരെത്രത്തോളം എന്ന് ചോദിച്ചാൽ ദൈവ പുത്രന്മാരായി ഉസൈർ ബിനുള്ള, അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ എന്നൊക്കെ പറയുന്ന വാദങ്ങൾ. അപ്പൊ ചില ആൾക്കാരൊക്കെ ദൈവപുത്രന്മാരായും സ്വീകരിക്കുന്ന ഒരു സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വേദങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും വേദവാക്യങ്ങൾ മാറ്റിമറിച്ച് സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ അവർ സ്വയം ഉണ്ടാക്കിയ നിയമങ്ങൾ അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളാണ് എന്ന നിലയിൽ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് അന്ന് ജൂതന്മാർ അവിടെ ജീവിച്ചു കൊണ്ടിരുന്നത്. ആ അൽബക്കറല്ലേ ഇപ്പൊ പറയണത്. അപ്പോ അൽബക്കറ ഇറങ്ങുന്ന ഒരു പശ്ചാത്തലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ജൂത സമൂഹം അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ സിദ്ധന്മാരെയും പുണ്യാത്മാക്കളുടെയും പിറകെ പോവുകയും കിതാബുകളിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് നിഷേധിക്കുകയും കിതാബിനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യുകയും അവർ സ്വയം നിയമങ്ങൾ കെട്ടിയുണ്ടാക്കുകയും അങ്ങനെ ഉണ്ടാക്കിയ നിയമങ്ങൾ ദൈവീക നിയമങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള, ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരണം, നമ്മളെ നാട്ടിലെ അവസ്ഥ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ ഖുർആൻ എന്തിനുള്ളതെന്ന് വെച്ചാൽ അതിൽ കുറെ ജൂതന്മാരെ കുറിച്ച് പറയുന്നു, കുറെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നു, കുറെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നു, കുറെ മക്കക്കാരെ കുറിച്ച് പറയുന്നു, കുറെ മദീനക്കാരെ കുറിച്ച് പറയുന്നു. നമ്മളെ പറ്റി എന്താ പറയുന്നത്? അതിൽ കക്കോടിക്കാരൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അല്ല വേണ്ടത്. ഇവരെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞാൽ മതി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അതിൽ കണ്ടെത്തണം. നമ്മൾ അതിൽ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, നമ്മുടെ സ്വഭാവം ഇതിൽ ഏതിനോടാണ് സിമിലേറ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ ജൂതന്മാര് വിശ്വാസം തങ്ങള് സവർണരായ ആൾക്കാരാണ്, ഞങ്ങളാണ് പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാര്, പടച്ചവന്റെ മക്കളാണ് ഞങ്ങൾ, നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങള് അള്ളാന്റെ മക്കളാണ്, അതേപോലെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഭൂമി, വാഗ്ദത്ത ഭൂമിയുണ്ട്, ഞങ്ങൾക്ക് പരലോകമുണ്ട്, ഞങ്ങൾ നരകത്തിലൊന്നും പോകൂല, ഇനി അഥവാ പോണ്ടി വന്നാൽ ഒന്ന് മുക്കി എടുക്കുള്ളൂ നമ്മളെ, പിന്നെ എന്ത് ചെയ്യും, സ്വർഗത്തെ തന്നെ ആക്കും എന്നൊക്കെ ഒക്കെ നമ്മളെ കുറിച്ച് പരിശോധിക്കണം. ഒരാൾ മാപ്പിളായതുകൊണ്ട് അയാൾ എന്തായാലും സ്വർഗത്തിലെത്തുന്നു. അപ്പൊ എന്ത് തന്നെ ചെയ്താലും ഇനി എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ വന്നാൽ തന്നെ അതൊക്കെ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊറുക്കപ്പെടുന്നൊക്കെ വിശ്വസിക്കുന്ന സമുദായവാദത്തിനെതിരാണ് അൽ ബഖറ എന്ന് പറയുന്നത്. അപ്പൊ ജൂത സമൂഹം അങ്ങനെ വിശ്വസിച്ചു. നബി വരാനുണ്ട് എന്ന് അവർക്കറിയാം, അത് തൗറാത്തിൽ നിന്ന് അവർ പഠിച്ചതാണ്. പക്ഷെ നബി വരികയാണെങ്കിൽ വരിക എങ്ങോട്ടാണ്? അവരുടെ കൂട്ടത്തിലെ നബി വരും എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിൽ ഇസ്രായേൽ സമൂഹത്തിലെ നബി വരുള്ളൂ. അല്ലാത്ത ഒരു കൂട്ടത്തിൽ ഒരു നബി വരാന്നൊന്നും പറയുന്നത്, പ്രത്യേകിച്ച് അറബികൾക്കിടയിലേക്ക് ഒരു നബി വരാന്നൊന്നും പറയുന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിരുന്നു എന്നതാണ്. ഇതായിരുന്നു ജൂതന്മാരുടെ അവസ്ഥ. ഈ ജൂതന്മാരെയാണ് അൽ ബഖറ അധ്യായം മുഖ്യമായും അഭിസംബോധന ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഒരു സമൂഹം പുതിയതായി, എന്തിനാണ് അൽ ബഖറ ആദ്യം കൊടുത്തത്?
എന്തിനാണ് മുസഹഫിൽ ഒരാൾ ഖുറാൻ വായിച്ചു തുടങ്ങി തന്നെ അൽ-ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് പിന്നെ അൽ-ബഖറയാണ്. എന്തിനാണ് അൽ-ബഖറ ആദ്യം തന്നെ കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ജൂതന്മാരെ കുറിച്ച് പഠിച്ചിരിക്കണം. അതാണ്. എന്ന് മാത്രമല്ല, ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ജൂതരാരാണ് എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. ജൂതരോട് ഉള്ള ഇടപാടുകൾ എന്താണ്, നിലപാടുകൾ എന്താണ് എന്നതിൽ ധാരണയില്ലാത്തവർക്ക് ഒരു നവസമൂഹത്തെ നയിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ജൂത സമൂഹം ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാലും ഖുർആൻ ഇറങ്ങിയപ്പോൾ, അൽ-ബഖറ ഇറങ്ങിയപ്പോൾ ജൂത സമൂഹത്തെ പാടെ അധിക്ഷേപിക്കുന്നതിന് പകരം അവർക്ക് ഉണ്ടായിരുന്ന മഹത്വങ്ങൾ, അവർക്ക് ലഭിച്ചിരുന്ന നേട്ടങ്ങൾ, അവർക്ക് മുൻപ് കിട്ടിയിരുന്ന പരിഗണനകൾ എല്ലാം, അതിന്റെ നന്മകളെല്ലാം എടുത്തു പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട്, അതിനെ മാനിച്ചുകൊണ്ട്, അതിനെടുത്തു പറഞ്ഞുകൊണ്ട് ആണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രവുമല്ല, അവരെ എല്ലാവരെയും സത്യദീനിലേക്ക്, അതിന്റെ കളങ്കമില്ലാത്ത വഴിയിലേക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പ്രത്യേകിച്ചും ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വർഗത്തിന്റെയും വംശത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല ഒരാൾ വിജയിക്കുക, ഒരു സമൂഹം വിജയിക്കുക. മാപ്പിളാരാണെന്നുള്ളത് കൊണ്ടോ, അതിൽ തന്നെ തങ്ങന്മാരാണെന്നുള്ളത് കൊണ്ടോ, അതിൽ തന്നെ വേറെന്തെങ്കിലും പോരിശുണ്ട് എന്നുള്ളത് കൊണ്ടോ ഒരു സമൂഹവും വിജയിക്കാൻ പോകുന്നില്ല. വിജയപരാജയത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആരാണോ അനുസരിക്കുന്നത്, ഇത് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ മൊത്തം ചെയ്യുന്നത്. അൽ-ബഖറ ഈ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചതിലൂടെ പ്രത്യേകമായി ചെയ്യുന്നത്. പിന്നെ അൽ-ബഖറയിൽ ജൂതന്മാർക്ക് പുറമെ കപടന്മാരെയും അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ പറയാ കപട വിശ്വാസികൾ എന്നാണ്. കപടം എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസമാണ്. കപടന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ മതി, കാപ്പട്ടിയുള്ളവർ. വിശ്വാസികൾ എന്ന് പറയേണ്ടതില്ല അവരെ കുറിച്ച് ശരിക്കും. അപ്പൊ മുനാഫിക്കുകൾ എന്ന് നമുക്ക് പറയാം. മുനാഫിക്കുകളെ പരിശുദ്ധ ഖുർആൻ അഭിമുഖീകരിക്കുന്നുണ്ട്. 3 തരം മുനാഫിക്കുകൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന്, നമ്പർ 1 ആരാന്ന് ചോദിച്ചാൽ മുനാഫിക്കുകളാണ്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവർക്ക് ഉള്ളിൽ വിശ്വാസമുണ്ട്, ഉള്ളുണ്ട്, റസൂലുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ അവരുടെ ദുന്യവിയായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവര് പ്രയോഗ ജീവിതത്തിലേക്ക് ദീനിനെ കൊണ്ടുവരികയില്ല. അവര് കപടന്മാരാണ്. മനസ്സിൽ ഉണ്ട്, പക്ഷെ എന്താണ്, മനസ്സിൽ എന്താ ഉള്ളത് അറിയാം. അവർക്ക് അള്ളണ്ട് എന്ന് റസൂലിനൊക്കെ അറിയാം. പക്ഷെ അവര് അതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയോ അടയാളപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അതൊക്കെ ഒളിച്ചു വെക്കുന്നവരാണ്. അവര് മനസ്സിലാക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ ജീവിച്ചു വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പോയാൽ ശരിയാവൂല എന്ന ഒരു നിലക്കാണ് അവരുള്ളത്. ഇതാണ് കപടന്മാർ. രണ്ടാമത്തെ കപടന്മാർ ആരാന്ന് ചോദിച്ചാൽ, അവരുടെ മനസ്സിൽ ഇല്ല, അള്ളാഹു ഇല്ല, റസൂലും ഇല്ല, പരലോകവും ഇല്ല, ഒന്നുമില്ല. പുറമേക്ക് അവര് നല്ല മുത്തുമുക്മിനീങ്ങളായിരിക്കും, നടിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ വിശ്വാസം ഇല്ലാതെ പുറമേക്ക് വിശ്വാസമുണ്ട്, അള്ളാന്റെ ആൾക്കാരായിട്ട്, റസൂലിന്റെ ആൾക്കാരായിട്ട്, ദീനിന്റെ ആൾക്കാരായിട്ട് ഒക്കെ ചമയുക എന്നതാണ് അവർ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കൂട്ടർ ആരാണ്? ഒന്നാമത്തെ കൂട്ടര് മനസ്സിൽ അള്ളാഹിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും പ്രയോഗ ജീവിതത്തിൽ അതൊന്നും കൊണ്ടുവരാതിരിക്കുക, കാര്യലാഭത്തിന് വേണ്ടി. രണ്ടാമത്തെ കൂട്ടര് ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല, എന്ത് പരലോകം, വെറുതെ എന്നതാണ്, അല്ല. പക്ഷെ പുറമേക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവുക, ഞങ്ങൾ ദീന്റെ ആൾക്കാരാണെന്ന് പറയാ, ഇങ്ങനെ പറയുന്നവരാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ ഈ വെള്ളത്തണ്ട് എന്നൊക്കെ പറയില്ലേ പണ്ട്, എന്താണ് സ്ലേറ്റ് വള്ളി അല്ലെ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് നീല മഷിയുള്ള കുപ്പിയിലിട്ടാൽ അതിന്റെ നിറം നീലയാവും, കറുപ്പ് മഷിയിലിട്ടാൽ കറുപ്പാവും, ചുവപ്പ് മഷിയിലിട്ടാൽ ചുവപ്പാവും.
അപ്പൊ അതിന് സ്വന്തമായിട്ടൊരു നിറം ഒന്നുമില്ല. അത് എന്തിലിടുന്നോ അതിനനുസരിച്ചാണ്. ഇതേപോലെ മുക്മിനീങ്ങളെ കൂടെ ആയാല് പിന്നെ ഒരു മുക്മിനീങ്ങളായിരിക്കും, ദിക്ർ ഉണ്ടാവും, മൗറാദ് ഉണ്ടാവും, സുന്നത്ത് ഉണ്ടാവും, ഭയങ്കര സംഭവമായി. കാഫിര്യങ്ങളൊപ്പരം പോയാൽ അപ്പൊ പോലെ അതായിരിക്കും. മനസ്സിലായോ? അത് അപ്പൊ അവര് പറയും, ഞങ്ങൾ മുക്മിനീങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ അവര് പറയും നമ്മൾ മുക്മിനീങ്ങളാണ് കേട്ടോ, നമ്മളെല്ലാരെയും കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയും. അവര് കാഫിര്യങ്ങളെടുത്ത് പോയാലും പറയും ഞങ്ങൾ ശരിക്കും നിങ്ങളെ കൂടെ ആണ് കേട്ടോ, പിന്നെ അവിടെ കണ്ടതോ അത് പിന്നെ ഓലെ പറ്റിച്ചതാണെന്ന് പറയും. അപ്പൊ രണ്ട് കൂട്ടരെടുത്തുനിന്നും എന്ത് കിട്ടണം? ആനുകൂല്യങ്ങൾ കിട്ടണം. രണ്ട് കൂട്ടരെടുത്തുനിന്നും കിട്ടണം എന്നതുകൊണ്ട് ഇവരെ കൂടെയും നിൽക്കും, അവരെ കൂടെയും നിൽക്കും, മറ്റവരെ കൂടെയും നിൽക്കും. സ്വന്തമായ നിലപാടൊന്നുമില്ലാതെ അങ്ങനെ ഉള്ള ഒരു കൂട്ടരാണ് മൂന്നാമത്തത്. അത് 3 തരം മുനാഫിക്കുകൾ. ആ 3 തരം മുനാഫിക്കുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? അൽ ബഖറ അധ്യായം അഭിമുഖീകരിക്കുന്നു, അഭിസംബോധന ചെയ്യുന്നു, പരിചയപ്പെടുത്തുന്നു. പിന്നെ വിഗ്രഹാരാധകരായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളെയും ഈ സൂറ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി മൊത്തം പറഞ്ഞാൽ അൽ ബഖറ ഒരാമുഖവും ശേഷം 4 ഭാഗവും പിന്നെ ഒരു സമാപനവുമാണ്. അൽ ബഖറ ആമുഖവും പിന്നെ 4 ഭാഗങ്ങളും പിന്നെ ഒരു സമാപനവുമാണ്. അതിൽ ഒന്നാമത്തെ ആമുഖം എന്ന് പറയുന്നത് 1 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ്. അലിഫ് ലാം മീം, ഇതാണ് ഒന്നാമത്തെ ആയത്ത്. അത് മുതൽ വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, അതുവരെയുള്ളത് ആമുഖമാണ്. ആ ആമുഖം എന്നാൽ അതിനെ നിഷേധിക്കുകയും നമ്മുടെ തെളിവുകളെ കളവാക്കുകയും ചെയ്യുന്നവരോ അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. 1 മുതൽ 39 വരെയുള്ള ആയത്തുകൾ. അപ്പൊ വിശ്വസിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? ഈ ഖുർആൻ ആർക്കാണ് പ്രയോജനപ്പെടുക? അവിശ്വാസികൾ ആരാണ്? കപടന്മാർ ആരാണ്? വിശ്വസിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആമുഖമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് 40-ാമത്തെ ആയത്ത് മുതൽ, രണ്ടാമത്തെ ഭാഗം 40-ാമത്തെ ആയത്ത് മുതൽ 121-ാമത്തെ ആയത്ത് വരെയാണ്. 121-ാമത്തെ ആയത്ത് വരെയാണ് പിന്നുള്ളത്. അവിടെ എങ്ങനെയാണ്? യാ ബനി ഇസ്രാഈല അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വൗഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ, അങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് ജൂതന്മാരോടുള്ള പ്രബോധനമാണ്, ജൂത സമൂഹത്തോടുള്ള പ്രബോധനമാണ്. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഈ അനുഗ്രഹം ഓർത്തു നോക്കൂ, എന്നോടുള്ള കരാർ പൂർത്തീകരിക്കൂ, നിങ്ങളോടുള്ള കരാർ ഞാനും പൂർത്തീകരിക്കാം, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക എന്നൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, 40-ാമത്തെ ആയത്ത് മുതൽ 121-ാമത്തെ ആയത്ത് വരെ, മനസ്സിലായല്ലേ? ഇവരെ കുറിച്ചിട്ടുള്ള സംഗതികളാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫൗലൈക ഹുമുൽ ഖാസിറൂൻ വരെ ഉള്ള ഭാഗം എന്താണ്? ഈ ഭാഗമാണ് ജൂതന്മാരോട്. അപ്പൊ അതില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ജൂത സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ജൂതന്മാർ പരാജയപ്പെട്ടു പോകാൻ കാരണമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ജൂതന്മാർ പരാജയപ്പെടാനുണ്ടായ ഒരുപാട് സംഗതികൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നുള്ളത് 122 മുതൽ 162 വരെയുള്ള ഭാഗമാണ്. 122 മുതൽ 162 വരെയുള്ള ഭാഗം. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയും യഥാർത്ഥ വിശ്വാസികൾ എന്താണ് ആവേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിൽ വരുന്നത് 162 വരെ. ഇനി 163 മുതൽ 283 വരെയുള്ള ഭാഗങ്ങൾ വിധിവിലക്കുകളാണ്. ആ വിധിവിലക്കുകള് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അല്ലെ?
ഒരുപാട് സംഗതികൾ അതിൽ വിശദമായി പറയുന്നുണ്ട്. അതിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിച്ചത് വഇൻ കുൻതും അലാ സഫരിൻ വലം തജിദു കാതിബൻ ഫരിഹാനും മഖ്ബൂള. അല്ലെ, എഴുതി വെക്കാൻ നിങ്ങൾക്ക് ആളെ കിട്ടാത്ത വിധം പ്രയാസത്തിലാണെങ്കിൽ, ഉദാഹരണം യാത്ര പോലുള്ളതാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതില് പിന്നെ അപ്പൊ ആ നിയമങ്ങളൊക്കെ പറയുന്ന ഭാഗമാണ് അതിലുള്ളത്. പിന്നെ സമാപനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മളിപ്പോ പഠിച്ചു ഏറ്റവും ഒടുവിൽ ലില്ലാഹി മാഫി സമാവാതി വമാ ഫിൽ അർദ് ഫഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. അല്ലെ, ആ ഭാഗങ്ങളാണ്. ഫയഗ്ഫിർ ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ ആമനു റസൂൽ എന്ന് തുടങ്ങുന്ന ഭാഗം, അതിലൂടെ അധ്യായം സമാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങള്, ഒരുപാട് വിശദീകരണങ്ങള്, ചരിത്രങ്ങള്, അനുബന്ധമായ സംഗതികളൊക്കെ അൽ ബഖറയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത ആളുകൾ നോട്ട്ബുക്ക് വെറുതെ അങ്ങനെ മറിച്ചു നോക്കിയാൽ കുറെ കാര്യങ്ങൾ കാണാം. പക്ഷെ നിങ്ങൾക്കൊരു സൗകര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ റെക്കോർഡഡ് ആണ്, ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കക്കോടി ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് ചെയ്യണം. അപ്പൊ അത് എടുത്തു നോക്കിയാൽ എന്താന്ന് ചോദിച്ചാൽ അതില് ഇതുവരെയുള്ള പാഠങ്ങൾ, പക്ഷെ ആദ്യ ഭാഗം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞതിന് ശേഷം അത് എനിക്ക് ഒരു 100 അതിന്റെ ശേഷമാണ് തുടങ്ങിയത്. അപ്പൊ അതിന്റെ ആദ്യത്തിലുള്ള വോയിസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ, അതിന്റെ മുമ്പ് വേറൊരു ചാനലിന്റെ ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ തന്നെ നന്മ വഴി എന്ന് പറഞ്ഞിട്ട്, അതിലുണ്ട് ആദ്യത്തെ മുതൽ ഫാത്തിഹ മുതൽ തുടങ്ങിയിട്ട് അതുവരെയുള്ളത് അതിലുണ്ട്. അപ്പൊ അതിന് ശേഷം ഉള്ളത് മറ്റേലും കിട്ടും. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ എപ്പോഴും ആവർത്തിക്കുകയും പഠിക്കുകയും ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി മദീനയിൽ എന്താണ് ജൂത സമൂഹം, മദീനയിൽ ജൂത സമൂഹം എന്താണ് പിന്നെ ഇങ്ങനെ വിശ്വസിക്കാത്തവരായി പോയത്? യഥാർത്ഥത്തിൽ അവരുടെ കിതാബില് പിന്നെ എങ്ങനെ നബി വരാനുണ്ട് എന്നും അവസാനത്തെ ഗ്രന്ഥം വരാനുണ്ട് എന്നും ഒക്കെ ഉള്ള വിവരം പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എന്നിട്ടും എന്താണ് പിന്നെ ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അവർക്കിപ്പോ ആരാണ് നബി, എന്താണ്, എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ജൂത സമൂഹത്തിന് ഇതെല്ലാം അറിയാം, തൗഹീദ് അറിയാം, റിസാലത്ത് അറിയാം, ആഖിറത്ത് അറിയാം. പക്ഷേ മദീനയിൽ അവർക്കുണ്ടായിരുന്ന ഒരു ബൗദ്ധികമായ മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് പിന്നെ പിന്നെ എല്ലാവരും വേദത്തിന്റെ ആൾക്കാർ എന്നുള്ള നിലക്ക് കാണുകയും മതത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി അവർക്കുണ്ടായി. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം അവർക്കുണ്ടായി. അതേപോലെ തന്നെ വ്യാപാരത്തിന്റെ മേൽക്കോയ്മ അവരുടെ കയ്യിലായിരുന്നു. അത് കച്ചവടം മാത്രമല്ല, ഇപ്പൊ വില നിശ്ചയിക്കുന്നത് ആരാണ്? ഉൽപ്പന്നങ്ങളുടെ വില ഇപ്പൊ നമ്മളല്ല നമ്മളെ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നത്, നമ്മളല്ല നിശ്ചയിക്കുന്നത്. വില നിശ്ചയിക്കുന്നവർ വേറെയാണ്. ഇപ്പൊ പെട്രോള് വിൽക്കുന്നവരും അത് വാങ്ങുന്നവരും അല്ല പെട്രോളിന്റെ വില നിശ്ചയിക്കുന്നത്, അത് വേറൊരു കൂട്ടരാണ്. അത് വേറൊരു കൂട്ടർ. ഇപ്പോ സ്വർണത്തിന്റെ വില നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിയിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതാ ഇരിക്കുന്ന പീഡിയക്കാരന് നിശ്ചയിക്കാൻ പറ്റൂല. അയാളല്ല വില നിശ്ചയിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഓരോ വില ഇരിക്കൂലേ. പെട്ടെന്ന് സ്വർണം വിറ്റ് പോകണം, പൈസക്ക് അത്യാവശ്യമുള്ള പീഡിയക്കാരൻ വില കുറച്ച് ചെയ്തേക്കൂലേ. അപ്പൊ അങ്ങനൊന്നുമില്ല, അതൊക്കെ ഒരൊറ്റ വിലയാണ്. അപ്പൊ അത് നിശ്ചയിക്കുന്നവർ വേറെ കൂട്ടം. അവരുടെ കയ്യിലാണ് വ്യാപാരത്തിന്റെ കുത്തകയുള്ളത്, അവരുടെ കയ്യിൽ, അതിന്റെ മേൽക്കോയ്മയുള്ള അവരുടെ കയ്യിൽ. ഇതേപോലെ ജൂതരുടെ കയ്യിലായിരുന്നു വ്യാപാര മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. അതാണ് മദീനയിലെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടനെ മസ്ജിദ് നബവി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം സഹാബത്തിനോട് ചോദിച്ചത് ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണ്. അപ്പൊ അവര് മാർക്കറ്റ് ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചത് അത് ആരുടെ ഉടമസ്ഥതയിലാണ്, ആരാണ് അത് കൈയാളുന്നത് എന്നാണ്. അപ്പോ അവര് ജൂതന്മാരാണ് എന്ന് പറഞ്ഞു.
എന്നാ പിന്നെ അവിടെ ഒരു 4 മുറി വാടകയ്ക്ക് എടുക്കാന്നല്ല എനിക്ക് തീരുമാനിച്ചത്. എന്നാ ആ മാർക്കറ്റിൽ പോയിട്ട് നമ്മളും പിന്നെ കച്ചവടം ചെയ്യുക, ഓലെ സിസ്റ്റമൊക്കെ നമ്മളും അംഗീകരിക്കുക, ഓലിട്ട വിലക്ക് നമ്മൾ വിൽക്കുക എന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് വേറെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി, സൂഖുൻ നബി. ആ മാർക്കറ്റ് വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്നല്ല അതിന്റെ അർത്ഥം. ബിൽഡിംഗ് തന്നെ ഉണ്ടാവില്ല ചിലപ്പോ അന്നത്തെ മാർക്കറ്റിന്, ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുകയായിരിക്കും. ബിൽഡിംഗ് കെട്ടിടം അതല്ല, അവിടുത്തെ വ്യാവഹാരിക നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഇതാണ് അളവിലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല, കരിഞ്ചന്ത പാടില്ല, പൂഴ്ത്തിവെപ്പ് പാടില്ല, അല്ലെ, ഉള്ള ഗുണങ്ങളല്ലാതെ പറയാൻ പാടില്ല. ഒരാൾ കച്ചവടം ചെയ്തതിന്റെ മേൽ വേറെ ആൾ കച്ചവടം ചെയ്യാൻ പാടില്ല. ഒരാൾ വില അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾ പോയിട്ട് വില അറിയാൻ പാടില്ല. ഒരു സ്ഥലത്ത് കച്ചവടം നടക്കും, മോനെ വിളിച്ച് ഇപ്പുറത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ട് കച്ചവടം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ വ്യാപാര നിയമങ്ങളും ഉൾപ്പെടുന്ന ഒരു മാർക്കറ്റ് ആര് സ്ഥാപിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു. അപ്പോ ഇവര് വിചാരിച്ചത് ശരിയാണ്. ഒരു കണക്കിന് ഞങ്ങളുടെ വ്യാപാര മേൽക്കോയ്മ ഇല്ലാതാകും എന്നവർ വിചാരിച്ചിരുന്നു. അത് ശരിയായിരുന്നു. അപ്പൊ ബൗദ്ധികമായ ഞങ്ങളുടെ ഇത് നഷ്ടപ്പെടും എന്നതും വ്യാപാര മേൽക്കോയ്മ നഷ്ടപ്പെടും എന്നതും പിന്നെയും ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പലിശ ഇടപാട്, പലിശ കച്ചവടം. ആ പലിശ കച്ചവടം ഇല്ലാതാകും എന്നവർ ഭയപ്പെട്ടു. ആ ഭയപ്പാടുകളൊക്കെ കൊണ്ടാണ് എന്തായത്, ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം യഥാർത്ഥത്തിൽ അവർക്ക് അറിയാൻ ഒരു നബി വരാനുണ്ടെന്നും ആ നബിയാണ് ഇനി ഞങ്ങളെ നയിക്കാനും ഇത് തൗറാത്തിന്റെ ബാക്കിയാന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷേ അവരിത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഖുർആൻ അവരെ പറ്റി അങ്ങേയറ്റം ഗൗരവതരമായ കാര്യങ്ങൾ പറഞ്ഞു. ഒരിടത്ത് അള്ളാഹു പറയുന്നത് വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം. ജൂതന്മാരെ പറ്റി അള്ളാഹു ചെറുത്താന്മാര് എന്നാണ് പറഞ്ഞിട്ട്. ചെറിയ വർത്താനല്ല. ജൂത സമൂഹത്തെ ഒരിടത്ത് എന്ത് പറഞ്ഞു? വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, ശൈത്താന്മാർ എന്ന് പോലും പറയാനുണ്ടായ സാഹചര്യം ഇതാണ്. കാരണം അവര് വളരെ കൃത്യമായ അറിവുണ്ടായിട്ടും ബോധമുണ്ടായിട്ടും നഗ്നമായി അതൊക്കെയും ലംഘിച്ചു എന്നതാണ് ഇതിന്റെ കാരണം. അപ്പൊ ഇത് പഠിച്ചാലാണ് നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുക. സൂറത്തുൽ ബഖറ മനസ്സിലാക്കിയാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോ ഇവിടെ പറഞ്ഞ 1 മുതൽ ഇത്ര വരെ അതൊന്നും ഖുർആനിലുള്ളതല്ല. അത് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പത്തിന് ഇതിന്നതാണ് എന്നൊക്കെ പറഞ്ഞതാണ്. അതിൽ തന്നെ ഒരു ഭാഗം വേറെ വരാനുണ്ട്. അപ്പോ പിന്നെ ഇതിങ്ങനെ ഒരു ഖുർആനിക വാക്യം പോലെ നമ്മൾ എഴുതി കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇത്ര മുതൽ ഇത്ര വരെ, ഇത്ര മുതൽ ഇത്ര. ഞാനത് പഠിക്കാനുള്ള ഒരു സംഗതി എന്നുള്ള നിലക്ക് പറഞ്ഞെന്നുള്ളൂ. ഇതിൽ തന്നെ വേറെയും ഒരു ഭാഗം വരാനാണ്. അപ്പൊ എന്തായാലും അൽ ബഖറ എന്ന് പറയുന്നത് പണ്ടൊക്കെ പിന്നെ അൽ ബഖറ പഠിച്ചു എന്ന് പറയുന്നത് ഒരു യോഗ്യതയായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഒരു കല്യാണാലോചനയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ അൽ ബഖറ പഠിച്ച ആളാണ് എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു യോഗ്യതയായിട്ട്. അപ്പൊ കുറെ കാലം എടുത്തിട്ട് നിങ്ങളിപ്പോ ആ യോഗ്യതയാണ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പൊ അത് പക്ഷേ അതൊരു വലിയ പദവി സ്ഥാനം എന്നുള്ളതിനേക്കാളും വലിയൊരു ചുമതലയും ഉത്തരവാദിത്വവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതുകൊണ്ട് ആ അർത്ഥത്തിൽ വേണം കാര്യങ്ങൾ നമ്മൾ കാണാൻ. 9:15 ഇത് അവസാനിക്കാൻ തീരുമാനിച്ചത്. 1/4 മണിക്കൂർ സമയം ഇന്ന് വേറെ ചില സംഗതിക്ക് വേണ്ടി നിശ്ചയിച്ചതാണ്. എന്നാണ് അദ്ദേഹം എണീറ്റ് നിൽക്കുന്നത്. അപ്പോ വളരെ പ്രതീക്ഷയുള്ള ഒരു സംഗതിയാണ് അത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതെ, അതെല്ലാ കാര്യവും അങ്ങനെയാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കുള്ള സാധ്യത അനുസരിച്ചാണ് നമ്മുടെ ബാധ്യതകൾ ഉണ്ടാവുക. കാഴ്ചയുള്ളവർക്ക് കാഴ്ചയില്ലാത്തവരെക്കാൾ ബാധ്യത ഉണ്ടാകും. ബുദ്ധിയുള്ളവർക്ക് മന്ദബുദ്ധികളെക്കാൾ ബാധ്യത ഉണ്ടാകും. അറിവുള്ളവർക്ക് ഇല്ലാത്തവരെക്കാൾ ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് കഴിവുകൾ നേടാനാണ് ശ്രമിക്കേണ്ടത്, അറിവുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ അർത്ഥത്തിൽ സൂറത്തുൽ ബഖറയെ നിങ്ങളുടെ മുമ്പിൽ ഇതാ സമർപ്പിച്ചിരിക്കുന്നു. ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലയോ
എന്ന് ഞാൻ ചോദിക്കാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ആ അതെ പഠിപ്പിച്ചു തന്നു പറയും. ഇനി നിങ്ങൾ വേണമെച്ചാല് അത് എടുത്തോളൂ, അതനുസരിച്ചിട്ട് നിങ്ങൾ ജീവിച്ചോളൂ. പഠിച്ചത് കൊണ്ടോ ക്ലാസ്സിൽ വന്നതുകൊണ്ടോ മാത്രമായില്ല, ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഖുറാനിൽ നിന്നുള്ള ഹിദായത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദീർഘമായ കാലയളവിൽ 3 കൊല്ലം അല്ലെ, അൽ ബഖറ മാത്രം 2022 ജൂലൈയിൽ തുടങ്ങിയതാണ്. 2022 ജൂലൈയിൽ തുടങ്ങിയിട്ട് 2025 ജൂലൈയിലാണ് അത് അവസാനിക്കുന്നത്. അപ്പോ പിന്നെ ദീർഘമായ ഒരു കാലയളവിൽ ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള ബദ്ധപ്പാടിനിടയിൽ വന്നു പോയിട്ടുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങളൊക്കെ എൻ്റെ സ്വന്തം അബദ്ധങ്ങളാണ്, ഖുർആനിൻ്റെതല്ല. എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് ഖുർആനിൻ്റെത് മാത്രമാണ്, എൻ്റെതല്ല. ഞാൻ പുതിയതായിട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിച്ചു വരലാണ്. അങ്ങനെ പഠിച്ചു വന്നിട്ട് നിങ്ങളോട് പറഞ്ഞുള്ളൂ. എൻ്റെ അപാരമായ ചിന്ത കൊണ്ട് ഒന്നും എന്തെങ്കിലും സംഭവിക്കുന്നില്ല, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഖുർആനിലെ പല തഫ്സീറുകളും വായിക്കും, പഠിക്കും, മനസ്സിലാക്കും. അത് നിങ്ങളോട് വന്ന് പറയും. നിങ്ങൾ ചോദിക്കണ ചില ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ പഠിക്കണമെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ അതും പഠിക്കും. അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ എനിക്കും പഠിക്കാനുള്ള ഒരു ചാൻസ് എന്നതാണ് ഉണ്ടായത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അള്ളാ ആൽ ഇംറാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മൾ തീരുമാനിച്ചത് ഇനി ഖുർആൻ അങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. നമുക്ക് ആയത്തിനി തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ല, അടുത്തതിലേക്ക് പ്രവേശിക്കും. അതെങ്ങനെ എന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടി ആലോചിക്കാം. അള്ളാഹു തൗഫീഖ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട്, രോഗശമനത്തിനു വേണ്ടിയാണ്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അള്ളാഹു ദൃഢപ്പെടുത്തി തരുമാറാകട്ടെ. മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീഖ്. നമ്മുടെ ദീർഘമായ ഖുർആൻ പഠന കാലയളവിൽ നമ്മുടെ കൂടെ ഖുർആൻ പഠിക്കാൻ വന്നവരിൽ പലരും അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അവരെ ഏറ്റവും നല്ല പരിണിതി നൽകി, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള വിരുന്ന് സൽക്കാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله.